ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ബാംഗ്ലൂർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് അമ്പലങ്ങളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുത്തെ കഥകളൊക്കെ കേട്ടിട്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ ട്രാഫിക്കിലൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ബസവൻഗുഡി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ. ഈ ഒരു സ്ഥലത്ത് തന്നെ 2 ടെമ്പിൾസ് ഉണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് ദൊഡ്ഡ ബസവണ്ണ ടെമ്പിളിലേക്കാണ്. ടെമ്പിളിലേക്ക് കയറുന്ന വഴിക്ക് തന്നെ 2 കാളക്കൊമ്പൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ദൊഡ്ഡ ബസവണ്ണ ടെമ്പിൾ എന്ന് കൂടാതെ ഇതിനെ ബുൾ ടെമ്പിൾ അല്ലെങ്കിൽ നന്ദി ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ പടികൾ കയറി മുകളിലെത്തുമ്പോഴാണ് അമ്പലം ഉള്ളത്. ഇടതുവശത്തായിട്ട് പഴയകാല ജീവിതം പറഞ്ഞറിയിക്കും പോലെ കുറച്ച് പ്രതിമകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പഴയകാല ചന്തയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അവരുടെ ജീവിതം ഒക്കെ പറയുന്ന രീതിയിലുള്ള പ്രതിമകളാണ്. ഇതാണ് ബുൾ ടെമ്പിൾ. ടെമ്പിൾ വീഡിയോസ് കാണിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിനുള്ളിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ദൊഡ്ഡ ബസവണ്ണയെ ഞാൻ കണ്ടിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരുവാനേ നിർവാഹമുള്ളൂ. ഒറ്റ കല്ലിൽ തീർത്ത ഒരു വലിയ കാള വിഗ്രഹമാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. ഇത് സംബന്ധിച്ച ഒരു വിശ്വാസമുണ്ട്. പണ്ട് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്ന കുന്നിൻ്റെ, അതായത് ബുഗൾ റോക്ക് എന്നറിയപ്പെടുന്ന കുന്നിൻ്റെ താഴ്വാരത്തിൽ ഉള്ള മനുഷ്യർ കൃഷി ചെയ്ത് ജീവിച്ചു പോകുമായിരുന്നു. നിലക്കടല ആയിരുന്നു പ്രധാന വിളവ്. ഒരു വെളുത്ത വാവിൽ വളരെയധികം പ്രത്യേകതയുള്ളൊരു കാള ഈ വിളവുകളെല്ലാം നശിപ്പിച്ചിട്ട് അദൃശ്യനായി. അടുത്ത വെളുത്ത വാവിൽ ഗ്രാമവാസികൾ വിളയ്ക്ക് കാവലിരുന്നു. പൂർണ്ണചന്ദ്രൻ്റെ നിലാവിൽ ആ കാള വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അത് വിളകൾ നശിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ശരീരം സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. ക്ഷമ കെട്ട ഒരു കർഷകൻ അതിനെ ഒരു വടിയെടുത്തടിച്ചു. അടിച്ചയുടനെ കാള അവിടെ ഇരുന്ന് ഒരു കല്ലായി മാറി. മാത്രമല്ല, അത് ദിനം പ്രതി വളർന്നുകൊണ്ടിരുന്നു. പേടിച്ചേരേണ്ട കർഷകർ പരമശിവനെ അഭയം പ്രാപിച്ചു. കൈലാസനാഥൻ ആ കല്ലായ കാളയുടെ നെറ്റിയിൽ ഒരു ത്രിശൂലം സ്ഥാപിച്ചു. അതിനുശേഷം അത് വളർന്നിട്ടില്ല. ശേഷം ദൊഡ്ഡ ബസവണ്ണ സമൂഹവാസികളുടെ ആരാധനാമൂർത്തിയായി മാറി. എല്ലാ വർഷവും അവർ അവരുടെ ആദ്യത്തെ വേള ലോർഡ് ബസവണ്ണയ്ക്ക് കാഴ്ചവെച്ചു വരുന്നു. ഇതാണ് ഫേമസ് ആയിട്ടുള്ള കടലക്കായ് കൃഷി ഓർ ഗ്രൗണ്ട് നട്ട് ഫെയർ. കാർത്തിക മാസം അവസാനമാണിത് നടത്തുക, അതായത് ഇംഗ്ലീഷ് മാസം നവംബറായി വരും. ഇനി ദൊഡ്ഡ ബസവണ്ണയെ കാണാൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ? ഒരു പടുകൂറ്റൻ വിഗ്രഹം, 4.6 മീറ്റർ ഹൈറ്റും 6.1 മീറ്റർ ലെങ്ത്തും ഉണ്ട്. മുൻവശത്തായി ഒരു ഏണി സ്ഥാപിച്ചിട്ടുണ്ട്. പൂജ ചെയ്യുവാനുള്ള എളുപ്പത്തിനാണെന്ന് തോന്നുന്നു. എങ്ങനെ വിവരിച്ചാലാണ് ഈ അനുഭവം അതേപടി നിങ്ങളിൽ എത്തിക്കുക എന്ന് എനിക്കറിയില്ല. ഇല്ല, അതിന് പറ്റില്ല. കണ്ടു തന്നെ അറിയണം. ദൊഡ്ഡ ബസവണ്ണ ടെമ്പിളിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ അടുത്ത് തന്നെ ഒരുപാട് ചെറിയ അമ്പലങ്ങളുണ്ട്. ഈ കാണുന്നത് പാർക്കിലേക്കുള്ള ഗേറ്റാണ്. ഇത് താണ്ടി അപ്പുറം പോകാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. നടക്കാനുള്ള മടി തന്നെയാണേ, വേറെ ഒന്നുമല്ല. എന്നാൽ അതൊരു പ്രത്യേക അനുഭവത്തിലേക്കുള്ള വാതിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അതറ്റത്തൊന്നും അങ്ങോട്ട് പോയിട്ടുള്ളത്. അവിടെ ഒരു കവാടൊക്കെ ഉണ്ട്. അവിടെ എന്തുകൊണ്ട് പ്രാവൊക്കെ ഉണ്ട് കുറേ.
അമ്മേ ഈ സാധനം ഒന്നും ചെയ്യുമോ? വാ കണ്ടാ നിറച്ചും പ്രാവിനെ നോക്കിയേ. ഫുൾ പ്രാവുകൾ. ആള് മുകളിലേക്ക് പോയിട്ട് വരുന്നുണ്ട്. അതാ അവരിറങ്ങി കഴിച്ച് നമുക്ക് കയറാം. അയ്യോ അവരതിലേക്ക് കൂടെ ഇറങ്ങി. ബാ കയറാ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കുന്നേരിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ അനുഭവം. ഒരു മാജിക്കൽ സ്പേസ് തന്നെയായിരുന്നു അത്. തികച്ചൊരു ഹീലിംഗ് അനുഭവം. പക്ഷി മൃഗാദികൾ എൻ്റെ അടുത്ത് വരുന്നത്, അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നതൊക്കെ എനിക്ക് അത്യന്തം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. പുള്ളിക്കുവാന്നല്ലോ. അവർ ഫുഡും കൊണ്ടുവന്നു. സൂം ചെയ്തിട്ട് എടുത്തിനേട്ടാ. എല്ലാ പ്രാവുകളും ആടെയാ നല്ലത്. ഇത് എന്തിൻ്റെ മരമാണിത്? ഇതിനൊക്കല്ലേ ആ നായി വായിപ്പിച്ച സംഭവം. എലിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പേര്. പറക്കും ഇത് കേക്കല്ലേ. ഈ നായി അങ്ങനെ ഒന്ന് പായിപ്പിക്കുന്ന സംഭവം അതെയാ ഇങ്ങനെ കിട്ടീനി. കണ്ട നായിയാണ് കണ്ട. ഈ നായി ഇവരെ പിടിച്ചിട്ടുണ്ടല്ലോ, അൽഫാം ആക്കുന്നുണ്ടാവും സംഭവം. അല്ലാണ്ട് പിന്നെ നായിനെ കാണുമ്പോൾ വരുന്നതിന് ഇങ്ങനെ പായുന്നു. ഇതെല്ലാം ഗ്രാനൈറ്റ് ആണ്. Natural gold medal award. Natural gold medal award. Indeed, best security. Best? Best security. Tamil Nadu. Narendra Modi. Super. Super. Padayappa.
Bangalore, all parking charge and security. ഓക്കെ Indian first Ford in Indian injection and first Indian plastic brand. വീഡിയോ എടുക്കുന്നുണ്ടോ ആ യൂട്യൂബർ ഇവള് Oh, സ്മോൾ യൂട്യൂബർ. യൂട്യൂബർ YouTube page already. ആ Already BBC YouTube. യൂട്യൂബിൽ ഓൾറെഡി Kerala channel Manorama. ആഹാ And photo entry. ആ Foreign BBC, CNBC, all over channel famous. ആ വേൾഡ് വൈഡ് അറിയാം അപ്പൊ നമ്മളെ സ്മോൾ 25 യൂട്യൂബ് years, ചാനൽ വേണ്ട 25 years full service. Family full Indian Army. ആ Operation Sindhu, my name Basangudi. A lockdown, Basangudi. ആ A first keeper. ആഹാ ये बेंगलोर में 1 किलोमीटर पार्क कॉलेज टेम्पल BMS कॉलेज APS कॉलेज नेशनल कॉलेज पार्टी कॉलेज सेंट्रल पार्क लालबाग फेमस इडी कर्नाटक बेंगलोर पार्क लालबाग वन डे टिकट 30 रुपीस ആ ऑल पार्क फ्री ആ ये इंटरनेट फेमस फुल टेम्पल गणपति मंडे ट्यूसडे बटर ബട്ടറാ 90 kg ഇതിൽ കൂടെ പോയില്ല. फुल 90 kg ഓ ബട്ടർ ഇത്. ആഹാ ದೊಡ್ಡ ಗಣೇಶ ಟೆಂಪಲ್ ऑल फुल फेमस देवगढ़ को बस डॉक्टर राजकुमार सन पुनीत जिम ഓ पार्क वाला शूट कर लीजिएगा കണ്ണമുത്ത സീനാണല്ലോ. ದಿನ ಎಲ್ಲ ಪೇಪರ್ ಟಿವಿ ಆಗ್ತಾನೆ ಇದೆ ಅಪ್ಪ ಅಮ್ಮ ಕಾಲೇಜ್ ಕಲ್ತಿದ್ದು ಇಲ್ಲಿ ಬಂದು ಟೈಮ್ ಪಾಸ್ ಮಾಡ್ಕೊಂಡು ഓ ഇതാ പാർക്കിലെത്തിയാണേ. ಸೈಡ್ APS ಕಾಲೇಜ್ ഓ ಸೈಡ್ BMS ಇಂಜಿನಿಯರಿಂಗ್ ಕಾಲೇಜ್ ആഹാ BMS ಲಾ ಕಾಲೇಜ್ ഓ ನ್ಯಾಷನಲ್ ಕಾಲೇಜ್ ഓ ഓൾ സൈഡ് കോളേജ്. ಪಾರ್ಟಿ ಕಾಲೇಜ್ ಫುಲ್ ಬಸ್ಸಿನ ಕೊಡಿ ಫುಲ್ ರಾಕ್ ಟೆಂಪಲ್ ആഹാ ಅನ್ನೊಂದು ಕೇವ್ ಟೆಂಪಲ್ 1 ಕಿಲೋಮೀಟರ್ ಒಂದಿಲ್ಲ ಫುಲ್ ಟೆಂಪಲ್ ರೋಡ್ ನೆಕ್ಸ್ಟ್ ಸಿಗ್ನಲ್ ಡೌನ್ 5 minutes second signal that's not straight full temple road Kamrajpete Gandhi Bazaar road down temple famous total surrounding 80 temple only daily full time open full temple open 6:30 to evening 8:30 ഓ then only tourist temple ಎಲ್ಲ local temple ಪುನೀತ್ വീഡിയോ എടുക്കാം ആ എടുക്കുന്നുണ്ട് ഫുൾ വീഡിയോ. പുനീത് രാജ്കുമാറിന്റെ പേരില് പെരും ജിമ്മാണ് gym free publicity ആ
Karnataka State Indian ಅಲ್ಲಿ first gym Puneet. Hello. Outside, ಆಚೆ. ಒಳಗಡೆ ಬರೀ. ഇതാണ് ദൊഡ്ഡ ഗണേശ ടെമ്പിൾ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് ബട്ടർ കൊണ്ടാണ്, വെണ്ണ കൊണ്ടാണ്. ഏകദേശം 110 കിലോഗ്രാമോളം വെണ്ണ വെച്ചാണ് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നടന്ന് നമ്മൾ ഗോവർദ്ധനഗിരി എന്ന സ്ഥലത്തേക്ക് പോയി. അല്ല ഓപ്പണല്ല കുട്ടിച്ചാണ്. പിന്നെ അതിലതിന് മുകളിൽ 2 ആൾക്കാർ ആരും ചായ കുടിക്കുന്നു. അതിന് മുകളിൽ നിന്നിട്ടാ. ഇതാണ് ഗോവർദ്ധനഗിരി. ഇതൊരു ടെമ്പിൾ അല്ല, ഒരു ഹോളെങ്ങാനുമാണ് ഇതിൻ്റെ പുറകിലുള്ളത്. ഇങ്ങനെ ഉള്ളിലോട്ട് പോകുമ്പോൾ കൃഷ്ണൻ ഗോവർദ്ധനഗിരി ഉയർത്തി നിൽക്കുന്ന രീതിയിലുള്ളൊരു ഐഡലുണ്ട്. പിന്നെ ഒരു ഗോശാലയുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ അവിടെ നിന്ന് നടന്നിട്ടായിരുന്നു നമ്മൾ ഗവി ഗംഗാധരേശ്വര ടെമ്പിളിലേക്ക് പോയത്. ഇതൊരു കേവ് ടെമ്പിളാണ്. ഒരു 1 കിലോമീറ്ററിന് മുകളിലുണ്ടായിരുന്നു. നമ്മൾ നടന്നു പോയി. ഇതും ബാംഗ്ലൂരുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. ഒരുപാട് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഈ ടെമ്പിളിലും ഉള്ളിലോട്ട് ഫോൺ അലൗഡ് അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോസ് ഇല്ല. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കേവാണ്, ഉള്ളിലോട്ട് ഇറങ്ങി പോവാണ്, കേവിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. അവിടെ ശിവൻ്റെ അമ്പലമാണുള്ളത്. പിന്നെ നമ്മൾ കേവിൻ്റെ ഉള്ളിലൂടെ നടന്ന് പോയിട്ട് വേണം ഇതിന് പ്രദക്ഷിണം വെക്കാൻ വേണ്ടിയിട്ട്. അതൊരു നല്ല അനുഭവമാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.